മോളെ ആ അച്ഛൻ ഇങ്ങോട്ട് വന്നാ ഞാൻ അച്ഛന് ചായ അങ്ങോട്ട് കൊണ്ടുവരാൻ പോവായിരുന്നു. ബാലന്റെ മോളെ ബാലു രാവിലെ തന്നെ ജംഗ്ഷനിൽ പോവും. കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ സംസാരിച്ചിനി തിരിച്ച് വരുമ്പോ പാലും വാങ്ങിച്ചിട്ട് വരും. ശരി. അവന്റെ കവലപ്രസംഗം ഒന്നും ഇതുവരെ തീർന്നില്ലല്ലേ? ഏയ് ഒരു ദിവസം കവലെ പോയി സംസാരിച്ചില്ലെങ്കിൽ ബാലുവിന് ഉറക്കം വരില്ലെന്ന് ബാലു പറയണം. മറ്റവരോടൊന്നും ഇല്ലേ? ആരാച്ചാ? ബാസേണ്ണാണോ? ആ ബാസേണ്ണൻ രാവിലെ തന്നെ ജംഗ്ഷനിലെത്തും. അവിടെ കണ്ടില്ലെങ്കിൽ ബാലുവിനെ ഫോണിൽ വിളിച്ചിട്ട് അങ്ങോട്ട് വരുത്തിക്കും. അല്ലാതെ കുറെ പേരുണ്ടായിരുന്നല്ലോ, ഒന്നിനും കണ്ടില്ലല്ലോ. ഓ എല്ലാരും ഉണ്ട്, ആരും പോയിട്ടില്ല. പിന്നെ ഇപ്പൊ ബാലു രാവിലെ തന്നെ ജോലിക്ക് പോയല്ലോ സൈറ്റിലേ, അപ്പൊ പോകുന്നതുകൊണ്ട് ഇവിടെ വീട്ടിലേക്ക് ആരും വരലില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാണലൊക്കെ പുള്ളി പുറത്തുനിന്ന് കാണുന്നുണ്ട് എല്ലാരെയും. രാവിലെ എണീറ്റോ? പിന്നെ ഞാൻ രാവിലെ എണീറ്റ് അടുക്കളയിൽ അമ്മനെ സഹായിക്കാനൊക്കെ കയറാം. അതൊക്കെ കൊള്ളാം. പക്ഷെ എന്തെങ്കിലും പഠിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വേണം. പഠിക്കാൻ ഉദ്ദേശമുണ്ട്. മോളെ ഓ ചെന്നൈ നാവും വിളിച്ചിരുന്നു. ശ്രീരാജേട്ടനാ? എന്താ വിളിച്ചേ? എന്തിനാ വിളിക്കുന്നേ? സ്ഥിരം വല്ലതും തന്നെ, കാശിന് തന്നെ. കുറെ ഞാൻ കൊടുത്തതാ, എപ്പോഴും കാശ് വേണമെന്ന് പറഞ്ഞാ വിളിച്ചിരിക്കുന്നത്. ശ്രീരാജേട്ടൻ അവിടെ ഒരുപാട് ചെലവൊക്കെ ഇല്ലേ അച്ഛാ? മറ്റേ ഫ്ലാറ്റിന്റെ ലോൺ അടയ്ക്കണം, പിന്നെ കുട്ടികളുടെ പഠിത്തം, വീട്ടിലെ ചെലവ്, അങ്ങനെ ഭയങ്കര ചെലവല്ലേ. പിന്നെ അവിടെ ആകുമ്പോ ചെലവ് കൂടുതലാണല്ലോ. ഫ്ലാറ്റിന്റെ അടവൊക്കെ കഴിഞ്ഞല്ലേ മോളെ? പിന്നെ നിനക്കും പിള്ളേർ പഠിക്കുകയൊക്കെ അല്ലേ, നിനക്കും ചെലവൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ? അല്ല വലിയ മാമൻ അവിടെ വേറൊരു വീടും കൂടെ പുതിയതെടുത്തില്ലേ? മോളെ വരവിൽ കൂടുതൽ ചെലവാക്കിയാൽ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും? ശ്രീരാജേട്ടൻ അച്ഛന്റെ മുമ്പിൽ അല്ലാണ്ട് പിന്നെ ആരുടെ മുമ്പിൽ കൈ നീട്ടാനാ? അങ്ങനെയാണെങ്കിൽ നീ എത്ര കൈ നീട്ടണം? നിനക്കും ഇല്ലേ ചെലവൊക്കെ? ഒന്നുമില്ല മക്കളെ. ചെന്നൈയിലിരിക്കുന്ന അവനും വിചാരിക്കണം എൻ്റെ ഇരിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന്. ഒരാൾ കൊടുക്കാനുണ്ടെന്ന് വിചാരിച്ച് മുതലെടുക്കാൻ നോക്കരുത് എപ്പോഴും. അത് അച്ഛനായാലും മക്കളായാലും മരുമക്കളായാലും ആരായാലും. അത് കറക്റ്റ് തന്നെ അപ്പൂപ്പ. അപ്പൂപ്പ പിന്നെ ഞാൻ ഈ സേവാകേന്ദ്രമൊക്കെ തുടങ്ങിയാലും അപ്പൂപ്പ പറഞ്ഞു കാണൂല്ലേ? അതൊക്കെ എപ്പോഴും അറിഞ്ഞു. എനിക്കിപ്പം ഞാൻ കണക്ക് പറയാണെന്ന് വിചാരിക്കരുത്, മാസം ഒരു 6,000-7,000 രൂപയൊക്കെ ട്യൂഷൻ സെന്ററിൽ നിന്നും സേവാകേന്ദ്രത്തിൽ നിന്നൊക്കെ വരുമാനമുണ്ട്. അപ്പോ എന്റെ തുടർ പഠനമൊക്കെ ഞാൻ തന്നെ ആയിരിക്കും ഇനി വഹിക്കാൻ പോകുന്നത്, സ്വയം പര്യാപ്തത കൈവരിക്കാനേ. ഇവിടെ എന്നെ വഹിച്ചാണ് ഫോൺ എന്നെ എടുത്തത്. അതൊരു ചേട്ടന്റെ കടമ അല്ലേ? എല്ലാത്തിനും ന്യായം ഉണ്ടല്ലോ അച്ഛനെ പോലെ അല്ലേ? അപ്പൂപ്പനറിയാവോ എന്നെ എന്തോരം കാശ് ഇവിടെ ചെലവാകുന്നുണ്ടെന്ന്? അതവിടെ ഒരു വിഷയമില്ല, കാരണം ചേച്ചി സ്വയം പര്യാപ്തിയല്ല. സ്വയം പര്യാപ്തല്ലെന്നാ പോടാ ലച്ചു. അല്ല പോടാ ചെക്ക എന്ന് പറയാൻ വന്നതാ. അല്ല അങ്ങനെയല്ല പറയാൻ വന്നേ. അപ്പൂപ്പ ഈ ചേച്ചി എന്നെ ഇവിടെ എന്തൊക്കെയാ വിളിക്കുന്നതെന്ന് അറിയൂ? നമ്മള് പേടിച്ചു ചേച്ചി വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാ അത്രയും വൃത്തിയായിട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്റെ ദൈവമേ അപ്പൂപ്പ, ഈ കേശുവിന്റെ കുറെ കഥകളുണ്ടല്ലോ, സത്യം പറഞ്ഞ അപ്പൂപ്പന്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ഭയങ്കര ചടപ്പാണ്. എന്നാലും ഞാൻ പറയാം, ഈ കേശുവിനെ ആ ട്യൂഷൻ ഈ പിള്ളേർ എപ്പോഴും ഇങ്ങനെയാണ്, തമ്മിലടിയാണ് അപ്പൂപ്പ. അല്ല അപ്പൂപ്പ, ഈ പറയുന്ന ചേട്ടൻ പിന്നെ ഞങ്ങളിവിടെ തമ്മിലടിക്കാറില്ല. എപ്പോഴാണ് തമ്മിലടിച്ചത്? എപ്പോഴാണ് തമ്മിലടിച്ചപ്പോഴാണ്? അച്ഛാ വളർന്നെന്ന് മാത്രമേ ഉള്ളൂ, ബുദ്ധി ഇപ്പോഴും വന്നിട്ടില്ല ഒറ്റെണ്ണത്തിനും. പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഇപ്പൊ അവർക്ക് ഭയങ്കര കൂടുതല. തമ്മി കണ്ട തമ്മിലടിക്കും ഇപ്പൊ. എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ തമ്മിലടിക്കുന്നില്ല. തമ്മിലടിക്കും മക്കളെ. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി അപ്പൂപ്പ. ഇവരെന്തോ എന്താ എനിക്കെന്താ കുഴപ്പമെന്താ? കുഴപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങക്ക് തോന്നണത് ഇവരൊക്കെ ഞാൻ ചേട്ടന്റെ സ്ഥാനമല്ലേ, അപ്പൊ നോക്കണമല്ലോ. ഞാൻ അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇല്ല ചാ, ഇവരാണ് ജൈവന്യ മുല കൊണ്ട് ചേർന്നിട്ടാണ് എല്ലാ വഴക്കുണ്ടാക്കണത്. മൂത്താണെന്ന് പറഞ്ഞ മൂത്താണെന്ന് 2 എണ്ണത്തിനും ബോധമില്ലാത്ത നിങ്ങളാ. ഇവര് നല്ലായിരുന്നെങ്കിൽ ഈ പിള്ളേരെ തമ്മിൽ അടിക്കില്ലായിരുന്നു. വഴക്കില്ലെങ്കിൽ ലച്ചു വഴക്ക് കണ്ടുപിടിച്ചോളും. അതാണ് ഇവൻ സപ്പോർട്ടും ചെയ്യും. നിർത്തലാ.